മഹാനായ നടൻ ക്യാമറ കണ്ണിലൂടെ, പാളങ്ങൾ, യവനിക എന്നിങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളുടെ, ഗോപിയേട്ടൻ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനായ ശ്രീ രാമചന്ദ്ര ബാബുവാണ് നമ്മുടെ അടുത്ത അതിഥി. ക്ഷണിക്കാം. എന്തായിരുന്നു ബാബുവേട്ടന് ഫസ്റ്റ് ടൈം ഗോപിയേട്ടൻ്റെ മുഖത്ത് ക്യാമറ വയ്ക്കുമ്പോൾ ഈ ഫേസിൽ ഒരു പ്രത്യേക ഫേസ് ആണല്ലോ, മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫേസ് ഇല്ല. അതെ അല്ലേ? എന്തായിരുന്നു അനുഭവം? അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് യവനിക എന്ന സിനിമയിലാണ്. അപ്പോൾ അതിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെ. അപ്പോൾ അയ്യപ്പൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക സമയത്താണ് അത് ക്യാരക്ടർ കാണിക്കുന്നത്. അതിനു മുമ്പ് പടത്തിൽ അയ്യപ്പനെ കുറിച്ച്, അയ്യപ്പൻ്റെ കാര്യങ്ങൾ അങ്ങനെ കേട്ട് ഇതാരാണ് ഈ അയ്യപ്പൻ, ആരാണ് അയ്യപ്പൻ അങ്ങനെ വളരെ ഒറിജിനാലിറ്റിയോട് ചെയ്ത് അത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അത് പടത്തിൽ ആദ്യം ആ ഇൻട്രൊഡക്ഷൻ തന്നെ ഓഡിയൻസ് എപ്പോഴും ഒരു ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറി. ഈ സംഗീതം, താളബോധം, ഇതൊക്കെ അവനവൻ കടമ്പയിലുള്ള ആ ഒരു ശിക്ഷണം, പ്രത്യേകിച്ച് തനത് നാടകത്തിൻ്റെ തുടക്കങ്ങളിലുള്ള ശിക്ഷണം, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താളമില്ലാതെ ഒരു ആക്ടറൊന്നും ജനിക്കില്ല. താളം ഉണ്ടെങ്കിലേ ആക്ടറുള്ളൂ. താളം ഉണ്ടെങ്കിൽ ഏതൊരു കലാകാരനുണ്ട്. ഇപ്പം ബാബു ക്യാമറ ചെയ്യണം, ക്യാമറയുടെ താളം ബാബുവിനറിയാം. ഈ ക്യാമറയുടെ താളത്തിന് ഒപ്പിച്ചാണ് ഞങ്ങൾ തുള്ളുന്നത്. ഈ തുള്ളൽ തെറ്റിയാൽ ക്യാമറ ഓഫ് ചെയ്യും. അത് പോരാന്ന് ക്യാമറ. അപ്പോൾ അവിടെ ഡയറക്ടർ കൂടെ ആവും. ക്യാമറമാൻ്റെ ഉള്ളിൽ ഡയറക്ടർ, ക്യാമറമാൻ്റെ ഉള്ളിൽ ഡയറക്ടറുടെ ഉള്ളിൽ ആക്ടർ, ഈ ഇൻസ്ട്രുമെൻറ്റും, ഈ 4 എണ്ണം കൂടെ ചേർന്നാണ് ഈ വാസ്തവത്തിൽ. ഇതേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം വെളിയിൽ നിൽക്കുന്ന ഡയറക്ടർ പറയും, അദ്ദേഹത്തെ ആ കഥാപാത്രത്തിൻ്റെ ടൈറ്റ് ക്ലോസ്, കണ്ണും നെറ്റിക്ക് താഴെ ചുണ്ടുവരെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഏക വ്യക്തി ക്യാമറമാനാണ്. ഈ ഡയറക്ടർ കാണാൻ നോക്കില്ല, അഭിനയിക്കുന്ന എനിക്ക് കാണാൻ നോക്കില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആക്ടറായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത്, ഐ വിൽ സീ ഇറ്റ് ഇൻ ദി 40 to 30 feet സൈസ് ഇൻ മൈ മൈൻഡ്. എന്നിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ക്യാമറമാനോടൊപ്പം രാമേന്ദ്ര ബാബുവിനറിയാം, മധു പട്ടേലാൽ ചോദിക്കും, വാട്ട് ഇസ് ദി സൈസ് ഓഫ് ദി ഷോട്ട്. ബെറ്റർ ജഡ്ജ്മെൻറ്റ് എപ്പോഴും ക്യാമറമാനാണ്. ഈവൻ ആക്ടിങ്ങിൻ്റെ കുറിച്ച് പോലും ഡയറക്ടർക്ക് ഈ ആക്ടിങ്ങിൻ്റെ ഇവിടെ നോക്കിയിട്ട് മതി പറയും. പക്ഷേ ക്യാമറമാൻ പറയും, ക്യാമറ ഹീ സീയിങ് ഇറ്റ് ഇൻ ദി ഫുൾ ഫ്രെയിം വിത്ത് ഹിസ് ഫേസ് ഉണ്ട്. അപ്പോൾ പറയും അത് ശരിയായില്ല, ഒന്നുകൂടെ എടുത്തോളാം എന്ന് പറയും. ബാബുവേട്ടൻ അത്തരം ചില കാര്യങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ചും പ്രകാശ ക്രമീകരണമാണ് പലപ്പോഴും തലവേദനയാവുന്നത്. പ്രത്യേകിച്ചും ഗോപിയേട്ടനെ പോലെ ഇത്രയും ഈ ഒരു ഹെവി വെയിറ്റ് നടൻ നിൽക്കുമ്പോൾ ഗോപിയേട്ട കുറച്ചൊന്ന് ലെഫ്റ്റിലോട്ട് പാൻ ചെയ്ത് അല്ലെങ്കിൽ റൈറ്റിലോട്ട് അധികം പോകരുതേ, അപ്പോൾ ഇവിടെ നിന്ന് വല്ലതും പറയും അതൊക്കെ പോവും, ഇപ്പം ഇമോഷനാണ് എന്നൊരു തിരിച്ചൊരു പ്രതിവചനം ഉണ്ടായാൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇങ്ങനെയൊക്കെ എങ്ങനെയായിരുന്നു ഗോപിയേട്ടൻ്റെ ഒരു ഇൻപുട്ട്? എന്തായാലും കാരണം എന്തായാലും ഇപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നതായാലും ഇപ്പോൾ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് പെർഫോമിങ് ഫോർ ദ ക്യാമറ. ഇപ്പോൾ ഓഡിയൻസിന് പകരം ക്യാമറയാണ്, ക്യാമറയ്ക്കാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് നല്ല എക്സ്പ്രഷൻ കൊടുത്താലും അത് പ്രോപ്പർ ലൈറ്റിങ്ങിൽ ഉണ്ടാകണം. ഇരുട്ടത്ത് നിന്ന് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല, നമ്മളത് പ്രോപ്പറായിട്ട് ലൈറ്റപ്പ് ചെയ്ത് ആ പൊസിഷനിൽ വരണം. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ഇരുന്ന് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല. ഈ പാളങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു അനുഭവം ഉണ്ടല്ലോ, ഈ ക്യാമറയുമായിട്ട് ഞാനും വേണും കൂടെ ഉള്ള റെയിൽവേ യാർഡിലെ സ്റ്റണ്ടാണ്. ലാസ്റ്റ് അവർ തമ്മിൽ അടി ഉണ്ടാകുന്നു. ഇത് ഭരതൻ്റെ മുമ്പിൽ പിന്നെ ബാബു ക്യാമറ പിടിച്ച് ഹാൻഡ് ഹെൽഡാ, വളരെ ഹെവി ഒന്നുമില്ല, ഹെവി ആയിട്ട് ഈ റിഫ്ലെക്സ് ക്യാമറ എടുത്ത് തോൾ പിടിച്ച് വെച്ചിട്ട് പുറകോട്ട് കിടക്കുകയാണ്. കാരണം ഞങ്ങൾ അടിച്ചടിച്ച് മുമ്പോട്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഫോക്കസ് കറക്റ്റ് ഇല്ലെങ്കിൽ ബാബു പുറകോട്ട്. അപ്പോൾ ഇടയ്ക്കൊരു കല്ലുണ്ടായിരുന്നു, അതിൽ തട്ടി പുറകോട്ട് മറിഞ്ഞു. ഭാഗ്യത്തിന് ക്യാമറ കയ്യിൽ നിന്ന് പോയില്ല, ബാബു വീണു. പക്ഷെ ബാബു വീണു ഇങ്ങനെ ഈ കയ്യിൽ തന്നെ ക്യാമറ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അടിച്ച് തളർന്നൊക്കെ വരികയാണ്. അപ്പോൾ എൻ്റെ ഈ തളർച്ചയിലുള്ള ടോണിൽ ഞാനിത് ക്യാമറ ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ആരെങ്കിലും കെയർഫുള്ളായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞൊരു സാധനം ഭരതൻ വളരെ കാലം അത് ഇമിറ്റേറ്റ് ചെയ്ത് പറയുമായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഗ്യാസ്പിങ് ടോണില്ലേ, പുറകോട്ട് വരുമ്പോൾ പുറകെ ഒരാൾ കെയർഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞത് ഭരതൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതെനിക്ക് ബാളങ്ങളിൽ എനിക്ക് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഓർമ്മയുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ മൊമെൻ്റ് എന്ന് പറഞ്ഞ സാധനം ഇതാ. ഗോപിയേട്ടനെ ഫ്രെയിമിനുള്ളിൽ നിർത്താനുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ക്ലോസ് ആണ് ഇതാണെന്ന് പറയാൻ മാത്രമല്ല, വേറൊരു വിദ്യയും കൂടെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒരു മാർഷൽ ആർട്സ് വിദ്യ. അത് എൻ്റർ ദ ഡ്രാഗൺ ആ സിനിമ ഇറങ്ങിയ കാലത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത്
ബ്രൂസ് ലീയുടെ നൻചാക്ക് വെച്ചിട്ടുള്ള ഇത് കണ്ടിട്ട് അപ്പോൾ എനിക്കും ഇത് പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ മദ്രാസിലത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ അപ്പോൾ രാവിലെ ഞാൻ ഇതെടുത്ത് പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്തെന്ന് കണ്ടപ്പോഴത്തേക്ക് ഗോവേട്ടനെ തോന്നിയത് ഇതൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് മുട്ടിനൊക്കെ നല്ല അടി കൊള്ളും, അല്ലെങ്കിൽ തലയ്ക്ക് അടി കൊള്ളും, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്ത്, പിന്നെ മാത്രമല്ല ഞാൻ പിന്നെ മദ്രാസിൽ നിന്ന് ഒരു വാങ്ങിച്ചുകൊണ്ട് വന്ന് എടുക്കുകയും ചെയ്തു. എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഇപ്പം എനിക്ക് ഒരേ ഇപ്പോഴും ചെയ്യാൻ പറ്റും. ഒരുപാട് നന്ദി നഞ്ചക്കിന്റെ കഥയ്ക്കും അതുപോലെ മധുരമുള്ള പല ഓർമ്മകൾക്കും. വളരെയധികം നന്ദി.